വളരെ സ്വാദിഷ്ടകരമായ ഒരു ഗ്രീൻ പീസ് കറി വെച്ചാൽ അതിനുവേണ്ടി തലേദിവസം എന്താ കുറച്ച് ഗ്രീൻ പീസ് കുതിർക്കാനിട്ടിരുന്നു. കുറച്ച് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി കുത്തി ചതച്ചെടുക്കണം. അതിനുശേഷം 350 ഗ്രാം ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ചതച്ചെടുക്കുക. കുറച്ച് കരിവേപ്പിലയും 2 ടൊമാറ്റോയും ഇതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയ ഉള്ളിയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ഇട്ട് കൊടുത്തിട്ട് അതിന് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് 8 വിസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവി മാറിയ ഗ്രീൻ പീസ് കറിയിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് അരച്ച് ചേർക്കുക. എന്നിട്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചിറക്കുക. അതിനുശേഷം കടുതാളിച്ച് ഒഴിക്കാം. തേങ്ങാക്കൊത്തുൾപ്പെടെ കടുതാളിച്ചൊഴിക്കുക. എന്നിട്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സ്വാദിഷ്ടകരമായൊരു ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.